അപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ചോദിക്കാണ്, ഡോക്സ് ഇത് ഞെക്കിയില്ല, എന്താ പറയുക, വാലറ്റ് കണക്ട് ചെയ്തില്ല, ക്ലെയിമും ചെയ്തില്ല, എന്താ ചെയ്യാൻ പറ്റുക ഇപ്പൊ ഈ ചോദിക്കണ്ട്. വീഡിയോ എന്നാ വരുന്നത് എനിക്കറിയില്ല. ആ പക്ഷെ ഇപ്പം എന്തായാലും നമ്മുടെ ബൈബിറ്റിലേക്കൊക്കെ ഉള്ള ഡെപ്പോസിറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുമല്ലേ. അപ്പൊ ബൈബിറ്റിലേക്കൊക്കെ ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞു അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടൈം ആയില്ലേ. ആ നമ്മുടെ എക്സ്ചേഞ്ചുകളിലേക്കുള്ള വിഡ്രോവൽ എല്ലാം കഴിഞ്ഞിരിക്കുവാണ്. അപ്പൊ ഇനി ബാക്കി ക്ലെയിം ചെയ്യാത്ത കുറെ പേരുടെ അക്കൗണ്ടുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6000 7000 എന്നൊക്കെ പറഞ്ഞ് ടോക്കൺ കിടക്കുന്ന കുറെ പേര് മൾട്ടിപ്പിൾ ചെയ്തവരുണ്ട്. ഒരു വാലറ്റ് അല്ല, ആ മൾട്ടിപ്പിൾ ചെയ്തവരുണ്ട്. അപ്പൊ ക്ലെയിം ചെയ്യാൻ മറന്നുപോയ ആൾക്കാർക്ക് അല്ലേ? ക്ലെയിം ചെയ്യാൻ മറന്നു പോയവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ഓപ്ഷനാണ് നോൺ കസ്റ്റോഡിയൽ വാലറ്റ്, ടോൺ കീപ്പർ പോലത്തെ. അപ്പൊ ഇത് ചെയ്യാനായിട്ടൊന്നുമില്ല. നമ്മുടെ ആദ്യത്തെ നമ്മൾ കയറുമ്പോൾ തന്നെ വാലറ്റ് കണക്ട് ചെയ്യുന്ന പറഞ്ഞ് നമ്മൾ റിമൈൻഡർ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞിട്ടുണ്ട് നമ്മളോട് വാലറ്റ് കണക്ട് ചെയ്യാൻ. കയറി ചെല്ലുന്ന ഉടനെ തന്നെ നമ്മുടെ ഒരു വെള്ള കളറില് ടോപ്പ് കറക്റ്റ് സെന്ററിലായിട്ട് വാലറ്റ് ഒരു കണക്ട് വാലറ്റ് ചെയ്തിട്ട് കണക്ട് എന്ന് പറഞ്ഞൊരു അതേണ്ടായിരുന്നു. ഓപ്ഷൻ ഉണ്ട്. അവിടെ കയറി നമ്മൾ ടോൺ കീപ്പർ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം വാലറ്റിൽ തന്നെ ഒരു ഇതുണ്ട്, ഒരു ടോൺ സ്പേസ് എന്ന് പറഞ്ഞൊരു വാലറ്റ് ഉണ്ട്. ആ ആ അതാണ് രണ്ടിലേതാണ്ടും കണക്ട് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോക്സിൽ നമുക്ക് ഫീസ് കൊടുക്കണ്ട. ഇപ്പൊ ടെലഗ്രാം വാലറ്റിലാണ് നീ ഫണ്ട് ഇടുന്നതെങ്കിൽ നീ എന്താണ് അത് വിഡ്രോ ചെയ്യണമെങ്കിൽ നിനക്ക് ഡോക്സിലാണ് നീ ഫീസ് കൊടുക്കേണ്ടത്. ഫീസ് കൊടുക്കണം. ആ പക്ഷെ ടോൺ കീപ്പറിലാണ് നിങ്ങൾ ഫണ്ട് ഇടുന്നതെങ്കിൽ ജസ്റ്റ് ടോണിന്റെ ട്രാൻസാക്ഷൻ ഫീസ് കൊടുത്താൽ മതി. ഓക്കെ അത് വളരെ ഓക്കെ. നെഗ്ലിജിബിൾ ആണ്. ഒരു $0.0001 ആ റേഞ്ചിൽ എവിടെയോ വരുന്നുള്ളൂ. ആ അതെ. ആ അപ്പൊ ആ ഒരു ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റേടത്താണെങ്കിൽ നീ ഡോക്സ് കൊടുക്കണം. ആ ഈ ടെലിഗ്രാം വാലറ്റ് എന്നൊക്കെ പറയുന്നത് കസ്റ്റോഡിയൽ വാലറ്റ്സ് അല്ലേ? അതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല കൺട്രോൾ. നമുക്ക് സീഡ് ഫ്രൈസ് നമ്മുടെ കയ്യിലാണെങ്കിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ഉള്ളൂ. ഒരു ദിവസം വന്നിട്ട് ഇപ്പൊ ടെലഗ്രാം പറയുവാണ്, അല്ലെങ്കിൽ ബൈബിറ്റ് പറയുവാണ്, ഞങ്ങൾ ഈ ഒരു അഡ്രസ്സിലേക്കുള്ള വിഡ്രോവൽ നിർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ചേഞ്ച് പോട്ടെ, ഒരു ബ്ലോക്ക് ചെയിനിലേക്കുള്ള വിഡ്രോവൽ നിർത്തി. ഇപ്പൊ നാളെ തൊട്ട് ഞങ്ങൾ സൊളാനയുടെ സപ്പോർട്ട് നിർത്തി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. നമ്മളെ നമ്മൾ ഫണ്ട് ഫണ്ട് അവിടെ ഉണ്ടെ അവിടെ ലോക്കായി. അത് അവിടെ ലോക്കായി. ആ നമുക്ക് ഇനി സൊളാനയിലേക്ക് ഇനി ഒന്നും ചെയ്യില്ല. ഇപ്പൊ സൊളാനയിൽ ഓ നിങ്ങൾക്ക് ഒരു NFT മേടിക്കണം. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഫണ്ട് ബൈബിറ്റിലാണ് കിടക്കുന്നത്. ബൈബിറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ സൗകര്യമില്ല എന്നങ്ങ് പറഞ്ഞു. ഞങ്ങൾക്ക് ഇനി അങ്ങനെയാണെങ്കിൽ വിഡ്രോ ചെയ്യാൻ നമ്മളൊന്നുമില്ല, സൗകര്യമില്ല എന്ന് ഓക്കെ പറഞ്ഞാൽ എന്ന് നടക്കും. പറഞ്ഞിട്ട് കിടന്നുറങ്ങും, അതാ, വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല. അതെ. ഉം. അതാണ് നിങ്ങൾക്കൊരു കൺട്രോൾ ഇല്ല അതിന്റെ മേലിൽ. മൊത്തത്തിൽ കൺട്രോൾ നിങ്ങളുടെ കയ്യിലല്ല, ഫണ്ട് നിങ്ങളുടെ അല്ല. ഉം. പക്ഷെ അതേസമയം നമ്മളൊരു നിങ്ങളൊരു ബാങ്കിലല്ലേ പൈസ ഇടുന്ന മറ്റേ അതെ, സ്കീമിലെ ബാങ്കിൽ ചെന്നിട്ട് അവരോട് ചെന്നിട്ട് എനിക്ക് ഇപ്പൊ പൈസ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു നമ്മള്. 2 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് എന്ത് അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും. അതെ. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു വാലറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ സീഡ് ഫ്രേസ് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ, നിങ്ങൾക്ക് അതിന്റെ വാലറ്റിന്റെ കസ്റ്റഡി നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നിങ്ങൾക്ക് എപ്പം വേണേലും ഫണ്ട് അയക്കാം, ബ്ലോക്ക് ചെയിൻ തകരുന്നിടം വരെ. ഇപ്പൊ ഒരു സൊളാന ബ്ലോക്ക് ചെയിൻ ബന്ധപ്പെട്ട ഒരു വാലറ്റ് ആണ് നിങ്ങളുടെ കയ്യിരിക്കുന്നത്, ഫാന്റം വാലറ്റ് ആണ് നിങ്ങളുടെ കയ്യിരിക്കുന്നതെങ്കിൽ സൊളാന ബ്ലോക്ക് ചെയിൻ തീരുന്നിടം വരെ നിങ്ങൾക്ക് അതിൽ കൂടെ അയക്കാം. അതിന് ഒരു ബൈബിറ്റോ ബിനാൻസോ ഒന്നും പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല.